ടോസ് സൂര്യകുമാർ യാദവിന് കിട്ടിയപ്പോൾ തന്നെ ബൗളിംഗ് തിരഞ്ഞെടുത്തു. അതൊരു മണ്ടൻ ഡിസിഷൻ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടുകയാണ്. ഈഡൻ ഗാർഡൻസിൽ ഈ T20 ലോകകപ്പിൽ ഒരു 180 ആവറേജ് നിൽക്കുന്ന മത്സരത്തിൽ ഫസ്റ്റ് ഇന്നിംഗ് സ്കോറിൽ 180 നിൽക്കുമ്പോൾ ഇവിടെ വെസ്റ്റ് ഇൻഡീസ് വെറും 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസിന് അവരുടെ ഫസ്റ്റ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് തകർന്നടിയുമോ എന്നൊരു ചോദ്യത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ 2 വിക്കറ്റ് അടുപ്പിച്ചു പോയിരുന്നു ബുംറയുടെ ഓവറിൽ. പക്ഷേ അതിൽ നിന്നൊക്കെ കരകയറിക്കൊണ്ട് ആ വിൻഡീസ് മാഡൻ ബാറ്റിംഗ് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഇന്നിംഗ്സിൽ കാണുന്നത്. 195 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യൻ ബൗളർമാരെയൊക്കെ ബാംബൂസൽ ചെയ്യുന്ന കാഴ്ചയാണ് വെസ്റ്റ് ഇൻഡീസ് ചെയ്തത്. ആകെ പിടിച്ചു നിൽക്കാവുന്ന ഒരു ഘട്ടം കാണിച്ചത് ജസ്പ്രീത് ബുംറ അടുപ്പിച്ച് 2 വിക്കറ്റുകൾ എടുത്തപ്പോഴാണ്. എന്നാൽ പോലും ഇവിടെ നമ്മൾ സ്കോർ കാർഡ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഒരു പരീക്ഷണം നടത്തി റോസ്റ്റൻ ചേസിനെ ഓപ്പണിംഗ് കൊണ്ടുവന്നു. പക്ഷേ എന്നാൽ പോലും ഹെഡ്മയർ 12 പന്തിൽ നിന്നും 27 സ്കോർ ചെയ്തിട്ടാണ് പുറത്താവുന്നത്. റൂദർഫോർഡ് 9 പന്തിൽ നിന്നും 14. അവസാനം റോമൻ പവലും ജേസൺ ഹോൾഡറും പുറത്താവാതെ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ നിന്നു എന്നതും കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. റോമൻ പവൽ 19 പന്തിൽ നിന്നും 34, ജേസൺ ഹോൾഡർ 22 പന്തിൽ നിന്നും 37. അത്രമാത്രം ഫൈൻ നോക്കിൽ നിൽക്കുകയാണ് ജേസൺ ഹോൾഡർ എന്നും വേണമെങ്കിൽ തന്നെ വിളിക്കാം. ബൗളേഴ്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിരാശകരമായ പ്രകടനമാണെന്നും കൂടി എടുത്ത് സൂചിപ്പിക്കട്ടെ. അർഷ്ദീപ് സിംഗ് വല്ലാതെ നിരാശപ്പെടുത്തി. 4 ഓവറിൽ നിന്നും 43 റൺസ് വഴങ്ങി, 1 വിക്കറ്റ് പോലും എടുത്തില്ല. പക്ഷേ അവസാനത്തെ പെനൾട്ടിമേറ്റ് ഓവർ വെറും 6 റൺസ് മാത്രമാണ് അർഷ്ദീപ് വഴങ്ങിയത്, അതും എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഹാർദിക് പാണ്ഡ്യ 1 വിക്കറ്റ് എടുത്തു, 4 ഓവറിൽ 40 റൺസ് വഴങ്ങുകയും ചെയ്തു. അക്സർ പട്ടേൽ ഒരു മാജിക്കും ഒരു ഓഫ് സ്പിൻ ബൗളർ എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യും, ഒരു ലെഫ്റ്റ് ആം ഓഫ് സ്പിന്നർ എന്ന രീതിയിൽ അക്സർ പട്ടേൽ ഒരു മാജിക്കും ഇന്നത്തെ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നത് വിഷമകരമായ കാര്യം കൂടിയാണെന്ന് പറയേണ്ടി വരും. 4 ഓവറിൽ നിന്ന് 35 റൺസാണ് വഴങ്ങിയത്. ജസ്പ്രീത് ബുംറ 2 വിക്കറ്റുകൾ, ആ ഓവറിൽ 2 വിക്കറ്റുകൾ എടുത്തിരുന്നു. അതിൽ 36 റൺസ് വഴങ്ങി 4 ഓവർ. വരുൺ ചക്രവർത്തിയും 4 ഓവറിൽ നിന്ന് 40 റൺസ് വഴങ്ങി. സാധാരണ അങ്ങനെ കാണാത്തതാണ്. പക്ഷേ 1 വിക്കറ്റ്, ഒരു കൺസോൾട്ടേഷൻ വിക്കറ്റ് എന്ന രീതിയിൽ വരുൺ ചക്രവർത്തിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ എന്നാൽ പോലും വെസ്റ്റ് ഇൻഡീസ് 195 സ്കോർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യക്ക് അത് തിരിച്ചടിക്കാനുള്ള കെൽപ്പുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൊൽക്കത്തയാണ് വിക്കറ്റ് സ്ലോവർ സൈഡിലോട്ട് നീങ്ങും. ഡ്യൂ കണ്ടീഷൻസ് ഉണ്ടാകുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് തലവേദനയായി മാറും എന്നതും എടുത്ത് പറയേണ്ടിയിരിക്കും. ആ ഫാക്ടർ ഇന്ത്യക്ക് അനുകൂലമാകുമോ എന്നതും നോക്കിക്കാണേണ്ടതാണ്. ബട്ട് എന്നാൽ പോലും ഈ ഒരു സ്കോർ കാർഡ് കുറച്ച് പേടിപ്പെടുത്തുന്നതാണെന്ന് പറയേണ്ടി വരും. കാരണം 180 സാധാരണ ഈ കൊൽക്കത്തയിൽ നിൽക്കുന്നത്. ചെറിയ ഗ്രൗണ്ടാണ്, ഇല്ലെന്നല്ല. വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാർ പ്രത്യേകിച്ച് പവലും ഹോൾഡറും ഒക്കെ അടിച്ചു അടിയൊക്കെ നല്ലോണം ക്ലിയർ ചെയ്താണ് പോയത്. ഷോർട്ട് പിച്ച് പന്തുകളൊക്കെ ഹോൾഡർ ഫെച്ച് ചെയ്ത് അടിക്കുന്നതും കണ്ടു. ലോങ് ഓണും മിഡ് വിക്കറ്റും ഒക്കെ നല്ലോണം വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാർ യൂസ് ചെയ്യുന്നതും കണ്ടു. പക്ഷേ പ്ലാനുകൾ തെറ്റിയോ പാളിച്ചകൾ സംഭവിച്ചോ, ടോസിൽ നിന്ന് തുടങ്ങുന്നുണ്ടോ ആ പ്രശ്നം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പോയാൽ ഇന്ത്യ പുറത്താണ്. വെസ്റ്റ് ഇൻഡീസ് ജയിച്ച വെസ്റ്റ് ഇൻഡീസ് സെമി ഫൈനലിലേക്ക് കടക്കും. നേരെ മറിച്ച് ഈ മത്സരത്തിൽ ഈ ചേസ് ഡൗൺ ചെയ്യാൻ ഉള്ളൊരു കെൽപ്പുണ്ടോ? ഓർക്കുക, T20 ലോകകപ്പിൽ 150 മുകളിൽ ഇന്ത്യ ചേസ് ഡൗൺ ചെയ്തിരിക്കുന്നത് 3 സമയത്ത് മാത്രമാണ്. ആ 3ലും വിജയശില്പിയായിരുന്നത് വിരാട് കോഹ്ലിയാണ്. 75, 82, 82. ആ വിരാട് കോഹ്ലി പോലൊരു പ്ലെയർ ഇത്തവണ ഇന്ത്യൻ ടീമിൽ ഒരാൾ ഇറങ്ങി കളിച്ചാൽ മാത്രമേ ഈ 195 എന്ന പടുകൂറ്റൻ ഹിമാലയൻ ടാർഗറ്റ് ഇന്ത്യക്ക് ചേസ് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നതും കൂടി ഓർക്കുക. അല്ലാത്ത എല്ലാ മത്സരങ്ങളിലും 150 ചേസ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഈ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിന് ഒരു 170-ക്കുള്ളിലെങ്കിലും ഒതുക്കണമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 195 കൊണ്ടെത്തിച്ചിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസ്. സ്ലൈറ്റ്ലി ജസ്റ്റ് ലാൻഡ് 200 റൺസ്. അപ്പോൾ ഇന്ത്യക്ക് ഇത് ചേസ് ഡൗൺ ചെയ്യണമെങ്കിൽ അതൊരു ചരിത്രമായിരിക്കും എന്നതും കൂടി പറയാം. വിരാട് കോഹ്ലി ഇല്ലാതെ ഇന്ത്യൻ ടീം T20 ലോകകപ്പിൽ 195 ചേസ് ഡൗൺ ചെയ്യുന്നു എന്നൊരു ചരിത്രവും കൂടി പിറക്കും. അല്ലാത്ത പക്ഷം വളരെ വേദനയോടെ നമുക്കൊരു കാര്യം തീരുമാനിക്കാം, ഇന്ത്യ ഈ T20 ലോകകപ്പിൽ നിന്നും പുറത്താകും എന്നതാണ് സാഹചര്യം നിൽക്കുന്നത്. എന്തായാലും ഫസ്റ്റ് ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോഴേക്കും നെഞ്ചെടുപ്പിൽ നിൽക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.